നമസ്കാരം. ദിലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡിക്കായി രണ്ടാം ഇന്നിംഗ്സിലും തിളങ്ങിയിരിക്കുകയാണ് മലയാളി താരമായ നമ്മുടെ അഭിമാനമായ സഞ്ജു സാംസൺ. സാധാരണ എന്ന പോലെ ടോപ്പ് ഓർഡർ പ്രതീക്ഷയ്ക്കൊത്ത ഉയരാതെ പോയ മത്സരത്തിൽ 53 പന്തിൽ 45 റൺസോടെയാണ് സഞ്ജു വീണ്ടും കയ്യടി നേടിയിരിക്കുന്നത്. കേവലം 5 റൺസിന് അർദ്ധ സെഞ്ചുറി നഷ്ടമായെങ്കിലും സഞ്ജുവിൻ്റെ ഈ ഒരു പ്രകടനം സെലക്ടർമാർ നോക്കിവെച്ചിട്ടുണ്ട്. 5 ഫോറും 2 സിക്സും പറത്തിയ സഞ്ജു സെഞ്ചുറിക്ക് പിന്നാലെ 50യും നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മുകേഷ് കുമാർ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 106 റൺസാണ് സഞ്ജു നേടിയത്. ഈ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഘടകമാണെന്ന് റിപ്പോർട്ടുകൾ സജീവമായി പറയുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന സഞ്ജു സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസണെ കൂടി ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉയർന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ രണ്ടാം ഇന്നിംഗ്സിൽ തീർത്തും നിരാശപ്പെടുത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം വീണ്ടും ഉയരുമായിരുന്നു. സ്ഥിരതയില്ലാത്ത താരമാണ് എന്നതാണ് സഞ്ജുവിനെതിരായ പ്രധാന ആക്ഷേപം. ഇത് മാറ്റുന്ന രീതിയിൽ അവസാന 2 ഇന്നിംഗ്സിലും തകർപ്പൻ പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്താൻ സെലക്ടർമാർക്ക് സാധിക്കില്ല. ഋഷഭ് പന്തിന് T20 പരമ്പരയിൽ വിശ്രമം അനുവദിക്കും എന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയ്ക്ക് വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസണും ഇഷാൻ കിഷനും എത്തും എന്നാണ് വിവരം. ദുലീപ് ട്രോഫിയിലും ബുച്ചി ബാബു ടൂർണമെൻറ്റിലും ഇഷാൻ സെഞ്ചുറി അടക്കം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷാൻ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ദുലീപ് ട്രോഫിയിലെ 2ാം മത്സരത്തിലും 3ാം മത്സരത്തിലും റണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ വലിയ വിമർശനമാണ് ശ്രേയസ് അയ്യർക്കെതിരെ ഉയർന്നത്. എന്നാൽ 3ാം മത്സരത്തിൻ്റെ 2ാം ഇന്നിംഗ്സിൽ വെടിക്കെട്ട 50 നേടാൻ ശ്രേയസ് അയ്യർക്ക് സാധിക്കുകയായിരുന്നു. 40 പന്തിൽ 50 റൺസാണ് ശ്രേയസ് നേടിയത്. 7 ഫോറും 1 സിക്സും ഉൾപ്പെടെയാണ് ശ്രേയസ് കസറിയത്. എന്നാൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മുകേഷ് കുമാറാണ് ശ്രേയസിനെ പുറത്താക്കിയത്. ഈ പ്രകടനം കൊണ്ട് മാത്രം ശ്രേയസിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തില്ല. നിലവിൽ ഒരു ഫോർമാറ്റിലും ശ്രേയസിനെ ഇന്ത്യ പരിഗണിക്കുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി കസറാതെ നിൽക്കുന്ന ശ്രേയസിന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനാകില്ല എന്ന് പറയാം. ക്ലാസിക് ശൈലിയിലുള്ള താരമാണെങ്കിലും താരത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. വിക്കറ്റിന് പിന്നിലും മികച്ച പ്രകടനമാണ് സഞ്ജു സാംസൺ ഈ ഒരു ഘട്ടത്തിൽ കാഴ്ചവെക്കുന്നത്. മികച്ച 2 ക്യാച്ചുകൾ നേടാനും സഞ്ജുവിന് സാധിച്ചു. ഉന്മേഷത്തോടെ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന സഞ്ജുവിനെയാണ് വിക്കറ്റിന് പിന്നിൽ കണ്ടത്. 2ാം മത്സരത്തിലെ സഞ്ജുവിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് അല്പം നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ 3ാം മത്സരത്തിൽ ഈ പരാതിക്ക് പരിഹാരം കാണാൻ സഞ്ജുവിന് സാധിച്ചു. വിക്കറ്റിന് പിന്നിൽ സഞ്ജു ഫോം കണ്ടെത്തിയതും T20 ടീമിലേക്ക് വിളിയെത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്തായാലും സഞ്ജുവിനെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ആക്ഷേപം നിറച്ച വാക്കുകളോട് ഉപമിച്ച ക്രിക്കറ്റ് നിരീക്ഷകരും ക്രിക്കറ്റ് ആരാധകരുമെല്ലാം തന്നെയാണ് സഞ്ജുവിനെ ഇപ്പോൾ വാഴ്ത്തുന്നത്. ഈ നിലയ്ക്ക് പോയാൽ സഞ്ജുവിന് അത് കൂടുതൽ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല.